You are watching Reporter Evening Show. നാളെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. എക്സാലോജിക്കൽ CPIM ലോജിക്കൽ പ്രതിരോധം തീർക്കുമ്പോൾ പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുകയാണ്. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയത് സർക്കാരിന് ആശ്വാസമാണ്. സർക്കാർ പ്രതിരോധം തീർക്കുമ്പോൾ സഭയിൽ പ്രതിഷേധം അതിര് കടക്കുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി കേരള കോൺഗ്രസ് പ്രതിനിധി ശ്രീ സജി മഞ്ഞക്കടമ്പൻ, CPIM പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധീകരിച്ചുകൊണ്ടും ഈവനിംഗ് ഷോയിൽ അതിഥികളായി എത്തുകയാണ്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, സഭയിൽ ഒരു അരുൺകുമാറിലേക്ക് വരാം, നമുക്ക് സജി മഞ്ഞക്കടമ്പനിലേക്ക് പോകാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, വലിയ രീതിയിൽ ആയുധങ്ങൾ ഇരുപക്ഷത്തിന്റെയും ഭാഗത്തുണ്ട്. പക്ഷേ സർക്കാരിനൊരു പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അല്ല, തീർച്ചയായിട്ടും സർക്കാർ ഈ നിയമസഭാ സമ്മേളനത്തെ വല്ലാതെ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് മാത്യു കുഴൽനാടൻ MLAക്കെതിരെ അല്ലെങ്കിൽ ഒരു നാടകവുമായി അവർ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കിയിലെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിച്ചഭൂമി ഉണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്തോളൂ, ഞാനൊരു വസ്തുവും കൈയേറിയിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുകയും ചെയ്തു. മാത്രവുമല്ല, അദ്ദേഹം ഇന്നവിടെ പത്രസമ്മേളനം വിളിച്ചു, മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു. ഇവിടെ എന്താണ് ഇവർ ആരോപിച്ചിരുന്നത്? ഇവർ പറഞ്ഞിരുന്നത് അദ്ദേഹം മുഴുവൻ ഭൂമി അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറമ്പോക്ക് കയ്യേറി അത് മുഴുവൻ അതിന് തിരിച്ച് കെട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇടുക്കിയെ സംബന്ധിച്ചറിയാം, ഇടുക്കിയിലെ ഏത് ഭൂമിക്കും അല്പം ഈ പറഞ്ഞതുപോലെ പുറമ്പോക്കൊക്കെ എല്ലാ ഭൂമിക്കും ഉണ്ട്. അത് എല്ലാവരുടെയും കസ്റ്റഡിയിലിരിക്കുക. അപ്പം അല്ലാതെ ഇവിടെ മാത്യു കുഴൽനാടൻ ഈ വസ്തു വാങ്ങിയത് തന്നെ 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് വാങ്ങിയത് അറിയുന്ന MA ബേബി, CPMന്റെ നേതാവ് MA ബേബിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് 3 വർഷം മുമ്പ് വാങ്ങിച്ച സ്ഥലമാണ്. കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർ കയ്യേറിയിട്ടുണ്ടായിരിക്കാം. അവർ കയ്യേറി അവരുടെ വസ്തുവാണെന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടന് വിലയ്ക്ക് വിറ്റ വസ്തുവാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതൊക്കെ ഇന്ന് വലിയ ഒരു വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാളത്തെ നിയമസഭാ സമ്മേളനത്തെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏത് ഭൂമിക്ക് ഇത്തിരി പുറമ്പോക്കൊക്കെ ഉണ്ട് എന്നുള്ളതൊരു ന്യായവാദമാണോ? MLAയുടെ കയ്യിൽ പുറമ്പോക്കുണ്ട് എങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുത്തോളൂ എന്ന് പറയുന്നതിലൊരു യുക്തിയുണ്ട്. ഇത് കല്യാണാലോചന വരുമ്പോൾ അല്പം ഉള്ളി കഴിക്കുമെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഉള്ളി കഴിക്കുന്നത് ബീഫ് കഴിക്കുമ്പോൾ മാത്രം, ബീഫ് കഴിക്കുന്നത് മദ്യപിക്കുമ്പോൾ മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തരുതല്ലോ. നികേഷ് കുമാറിന് ബോധ്യപ്പെട്ടില്ലേ എന്താ കുഴൽനാടൻ പറഞ്ഞത്? അതിനല്ലേ എന്റെ കയ്യിൽ മിച്ചഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ടെന്നല്ല അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷമം? ഉണ്ട്, ഇടുക്കിയിലുണ്ട്, നിങ്ങൾ പരിശോധിക്കൂ. പാറപ്പുറമ്പോക്കും തോട്ടുപുറമ്പോക്കും ഒക്കെ എല്ലാ ഭൂമിക്കും ഉണ്ട്. അവിടെ ഒന്നും ആരും കെട്ടിത്തിരിച്ചിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയാം, പലതരത്തിലുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പൊ നിങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട മര്യാദകളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, 2021 തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഞാൻ പറയുന്നത്, കേൾക്കൂ താങ്കൾ. 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഞാൻ ഈ ഭൂമി വാങ്ങിയെന്നും അതുകൊണ്ട് എനിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല എന്നും ഒരു വാദം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് അഡ്വക്കറ്റ് കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ അളവെടുക്കാവുന്നതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതിലേക്ക് കൈ മലർത്തിയാൽ അത് അത്ര പെട്ടെന്ന് വിഴുങ്ങുന്നൊരു ജനതയാണോ കേരളത്തിലുള്ളത്? അല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ യഥാർത്ഥ കയ്യേറ്റം, ആ കയ്യേറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങൾ വെല്ലുവിളിക്കുക. സഖാവ് MM മണിയുടെ സഹോദരൻ MM ലംബോദരൻ, അദ്ദേഹത്തിന്റെ മകൻ MM ലിജീഷും ചേർന്ന് 200 ഏക്കർ ഭൂമി ഈ അവിടെ കയ്യേറിയിട്ടുണ്ട്. അത് വ്യക്തമായ പരാതിയുണ്ട്. പക്ഷെ ഒരു കേസും എടുത്തിട്ടില്ല. ഇവിടെ ഗവൺമെന്റ് അന്വേഷിക്കാൻ താല്പര്യമില്ല. മൂന്നാറിൽ CPMന്റെ പാർട്ടി ഓഫീസ് ഇരിക്കുന്നത് വ്യക്തമായി പുറമ്പോക്ക് ഭൂമിയിലാണല്ലോ. എന്തേ അന്വേഷിക്കാത്തത്? ഇവിടെ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ മുഴുവൻ CPMന്റെ നേതൃത്വത്തിൽ നിങ്ങൾ കയ്യേറിയത് കൊണ്ട് ഏത് ഭൂമിക്ക് ഇത്തിരി പുറമ്പോക്കുണ്ടാകുമെന്ന ന്യായവാദത്തിൽ അതിനെ മഞ്ഞക്കടമ്പൻ അല്ല പറയട്ടെ. നിങ്ങൾ പ്ലീസ് ഞാൻ പറഞ്ഞിട്ട് ആ കയ്യേറ്റങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാതെ ഇവിടെ മാത്യു കുഴൽനാടന്റെ 3 വർഷം മുമ്പ് അദ്ദേഹം വാങ്ങിച്ച സ്ഥലം
അതും CPM നേതാവിന്റെ ഭാര്യയുടെ അനിയത്തിൽ നിന്ന് വാങ്ങിച്ച സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പൊ കയ്യേറ്റമുണ്ട് എന്ന് പറയുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്ന്. ശരി, ആയിക്കോട്ടെ. നിയമസഭാ സമ്മേളനം ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ആയുധത്തിന് വേണ്ടി മാത്യു കുഴൽനാടൻ്റെ ഭൂമിയിൽ കയ്യേറ്റമുണ്ടോ എന്ന് കണ്ടെത്തി തലേ ദിവസം അത് ജില്ലാ കലക്ടർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണോ? എക്സാലോജിക്കൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ? ഒരിക്കലുമല്ല. വലിയ ആദർശ രാഷ്ട്രീയത്തിന്റെ ഒരു അപ്പോസ്തലനായി സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്നക്കനാലിലെ ഭൂതട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നിരവധി സംവാദങ്ങളുടെ ഭാഗമായി നമ്മൾ ഇരുന്നതാണ്. ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേദിവസം 18/3/2021 50% ഷെയർ വാങ്ങി എന്നു പറഞ്ഞ് ആകെ ഭൂമി വിലയായി കാണിച്ചിരിക്കുന്ന 1.92 ലക്ഷം രൂപ, അല്ല 1.92 കോടി രൂപ, 1.92 കോടി രൂപ കൃത്യമായി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം കൊടുത്ത തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അത് 3.5 കോടിയായി കാണിച്ചു. 50% ഷെയറായി 3.5 കോടി കാണിക്കുമ്പോൾ ശരിക്കും 7 കോടി രൂപയുടെ കച്ചവടം നടന്നതായിട്ടാണല്ലോ വ്യക്തമാകുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള വില കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ രജിസ്ട്രേഷനിൽ തുക കുറച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പലതരത്തിലും അതിൽ പട്ടയമില്ലാത്ത ഭൂമിയടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തുക കുറച്ച് കാണിച്ചതെന്നും തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ ശരിയായ തുക കാണിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നെല്ലാം ചർച്ചയുടെ ഭാഗമായി നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അന്ന് ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഒരിക്കലും അതിലൊരു തട്ടിപ്പുമില്ല, യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ചതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള കാര്യം, ഞാൻ അങ്ങ് എൻ്റെ മനസ്സിന്റെ വിശാലത കൊണ്ട് തുക കുറച്ച് കാണിച്ചതാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി ഇതിൽ ഇടുക്കി ജില്ലാ വിജിലൻസ് ഓഫീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി താലൂക്ക് സർവേറെ കൊണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ആധാരത്തിൽ കാണിച്ച ഭൂമിയേക്കാൾ കൂടുതൽ 50 സെന്റ് കാണുകയാണ്. അതായത് മൊത്തത്തിലുള്ള ഭൂമിയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. അതായത് താങ്കൾ ഈ മറുപടി ആരംഭിച്ചു തന്നെ വലിയ ആദർശവാനായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കാണല്ലോ അദ്ദേഹം സ്വയം പോസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുമ്പോഴത്തേക്കും ROCയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ട് വലിയ ശക്തമായ ആക്ഷേപം ഇപ്പുറത്ത് നിലനിൽക്കുകയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ചില നടപടികൾ എടുത്തുകൊണ്ട് നമുക്കറിയാമല്ലോ ഈ ഇടുക്കിയിലെ മൂന്നാറിലേക്ക് കയ്യേറ്റങ്ങൾ എത്ര സാവധാനതയോടു കൂടിയാണ് എല്ലാ സർക്കാരുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ വേഗത്തിൽ മാത്യു കുഴൽനാടനെതിരായിട്ട് നടപടി എടുക്കുന്നത് നാളെ രാവിലെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ CPM-ഉം ഭരണപക്ഷവും ഒരു പ്രതിരോധം തീർക്കുകയാണോ? ഇപ്പുറത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പുറത്ത് അതിനേക്കാൾ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ നടപടി? ഇതാ ചോദ്യം. കേസ് കൃത്യമാണ്, ധൃതി പിടിച്ചുള്ള നടപടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതെ, ധൃതി പിടിച്ചുള്ള അന്വേഷണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 3-4 മാസമായി വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം താലൂക്ക് സർവേ നടത്തുന്നു, അതിൽ എക്സസ് ഭൂമി കണ്ടെത്തുന്നു, അത് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഗവൺമെന്റ് ഭൂമിയാണ് 50 സെന്റ് എന്ന് കണ്ടെത്തിയാണ്. അപ്പൊ അതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുശേഷം ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ലാൻഡ് റവന്യൂ തഹസിൽദാറും ഇത് പരിശോധിക്കുന്നു, റവന്യൂ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അത് നേരെ കളക്ടർക്ക് കൊടുക്കുന്നു. ഇത് 3-4 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമായി തന്നെയാണ്. ഇതിൽ ഒരു അമിത വേഗതയും കാണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മൂന്നാറിലെയും ഇടുക്കി ജില്ലയിലെയും ഇത്തരത്തിലുള്ള ഭൂ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ആഴ്ചയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. ഇടുക്കി കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു സ്ഥലം മാറ്റം പോലും പാടില്ലെന്നും ഇത്തരത്തിലുള്ള കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇടുക്കിയിലെ മൊത്തത്തിലുള്ള ഭൂപ്രശ്നം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 6 മാസമായി വിജിലൻസ് അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ തഹസിൽദാറിന്റെ മുന്നിലേക്ക് ആ വിഷയം വരുന്നു. അത് കൃത്യമായി തന്നെ കളക്ടറുടെ മുന്നിലേക്ക് ആ വിഷയം വരികയാണ്. അപ്പൊ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടന്നത്. 1/3 ഭൂമി, അദ്ദേഹത്തിന്റെ ഈ ചിന്നക്കനാലിലെ 1/3 ഭൂമി ഇത്തരത്തിൽ അനധികൃതമായി ഗവൺമെന്റ് ഭൂമി കയ്യേറിയതാണെന്ന് വ്യക്തമായപ്പോ കർഷകനാണ്, കർഷകന്റെ മകനാണ് എന്നെല്ലാം പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയം പൊളിഞ്ഞു എന്ന് വ്യക്തമായപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടുക്കിയിലെ കർഷകരുടെ കണ്ണീര് വീണ്ടും ഒപ്പിയെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
ഓക്കെ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് ഈ സമ്മേളനം ചേരാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ പല വിഷയങ്ങളിലൂടെ കടന്നു പോകണം. എക്സാലോജിക്കിന് മറുഭാഗത്ത് ചിന്നക്കനാൽ എടുത്തു വെക്കുന്നു. കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ കൊടുത്ത റിപ്പോർട്ടിനുള്ള അംഗീകാരം മുതൽ കയ്യേറ്റമുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരെയുള്ള അതിലെ ഒരു ധൃതി, അതൊരു രാഷ്ട്രീയ ധൃതിയായി തന്നെയല്ലേ കാണേണ്ടത്? സുജയ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ വിഷയങ്ങൾ ശ്രീ മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നാലും ഗവൺമെൻറ് കൊണ്ടുവന്നാലും ഇതെല്ലാം നിയമസഭയിൽ സെറ്റിൽ ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നതും ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ജനങ്ങൾ നോക്കി കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ സജി സൂചിപ്പിച്ച സമയത്തും ശ്രീ അരുൺ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒരുമിച്ചൊന്ന് വായിച്ചാൽ ശ്രീ സജി എന്താ പറഞ്ഞത്? MA ബേബിയുടെ ബന്ധുവിൻ്റെ ഭൂമിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ വാങ്ങിയത്. അത് ഏത് കാലഘട്ടത്തിൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ. അതിനെ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ CPM-നകത്തും കോൺഗ്രസിനകത്തും തമ്മിൽ നടക്കുന്ന എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങുകളുടെയോ സെറ്റിൽമെൻറ്റുകളുടെയോ എല്ലാം ഭാഗമായി ഇതെല്ലാം മാറുകയാണ്. ഈ ഭൂമിയെ സംബന്ധിച്ച്, ഇതിൻ്റെ കൂടുതൽ ഭൂമി ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചോ കയ്യേറ്റമുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചോ എല്ലാം MA ബേബിയുടെ ബന്ധുവിൻ്റേതാണെങ്കിൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ മാത്യു കുഴൽനാടനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഈ ഭൂമി? ഇത് മാത്യു കുഴൽനാടൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണെങ്കിൽ ആ ഭൂമി ഇത്രയും കാലം എന്തുകൊണ്ട് ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല? അപ്പോൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ കാലതാമസമുണ്ടായത്? ഇത് നിയമസഭയ്ക്കകത്തൊരു സെറ്റിൽമെൻറ്റിനുള്ള വേദി ഒരുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്, കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്, നിയമസഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമുണ്ടാക്കി വലിയൊരു പ്രഹസനം നടത്തി കോലാഹലമുണ്ടാക്കി ശബ്ദകോലാഹലമാക്കി ഇറങ്ങിപ്പോക്ക് നടത്തി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ എക്സാലോജിക്കിൻ്റെ കേസാണെങ്കിലും മാത്യു കുഴൽനാടന്റെ കേസാണെങ്കിലും ഇത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു വേദിയായി നിയമസഭ മാറാൻ വേണ്ടി പോകുന്നു. ഇതിപ്പോ കൃത്യമായിട്ട് റവന്യൂ വകുപ്പ് ഒരു സർവേ നടത്തുന്നു, ആ സർവേയിൽ അത് കണ്ടെത്തുന്നു, വിജിലൻസ് പരിശോധിക്കുന്നു, വിജിലൻസ് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഈ പറയുന്ന അനധികൃതമായ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു റെക്കോർഡിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് നിയമസഭയിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുക? ആ വിഷയത്തെ സംബന്ധിച്ച് മാത്യു കുഴൽനാടനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ ആധാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ ഇന്ന് ഈ നടപടികൾ നടക്കുന്നു, ഇന്നലെ ഈ നടപടികൾ നടന്നു. ഈ വിഷയമില്ലാതെ അതെങ്ങനെയാണ് നിയമസഭയ്ക്കകത്ത് സെറ്റ്? ഇനി നിയമസഭയ്ക്കകത്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ കഴിയുക? നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായിരിക്കണമല്ലോ. ഇന്നിപ്പം നമ്മുടെ ചോദ്യം, ഈ നടപടികൾ നടന്നത് ഇത്ര വേഗത്തിലായി പോയത് എന്തുകൊണ്ടാണ്? അതൊരു പ്രതിരോധം തീർക്കുകയാണോ എന്ന മട്ടിലാണ് നമ്മുടെ ചോദ്യം വന്നത്. അത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിയമസഭയിൽ ചില ഒത്തുതീർപ്പുകൾ കാണുന്നത്. അങ്ങനെ പറ്റില്ലല്ലോ. ശ്രീ ഉണ്ണി, ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അറിയാമല്ലോ ഇതിലെന്താ നടക്കാൻ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച്. 2021 നടന്നൊരു നടപടിയുടെ സമയത്തും ഈ സർക്കാർ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ശ്രീ അരുൺ സൂചിപ്പിക്കുന്ന പോലെ 4 മാസം കൊണ്ടുണ്ടായ പ്രത്യേകമായ ഒരു സാഹചര്യമല്ലല്ലോ. 4 മാസമായി എന്താ നടന്നിട്ടുള്ളത്? എന്തെങ്കിലും ഇവിടെ നടപടി ഉണ്ടായോ? ആ വാദത്തിൽ തന്നെയാണ് താങ്കൾ ഉറച്ചു നിൽക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി. അപ്പോൾ അക്കാര്യത്തിൽ ഇനി തുടർ ചോദ്യത്തിന്റെ ആവശ്യമില്ല. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉയർന്നു വന്നതാണ് ഈ എക്സാലോജിക് വിഷയം. പക്ഷേ ആ ഘട്ടത്തിൽ പ്രതിപക്ഷം അത് ഉയർത്താൻ തയ്യാറായിരുന്നില്ല. കാരണം എന്ത്? ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ നേതാക്കൾക്ക് CMRL പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്കൊരു തീരുമാനം ആ ഘട്ടത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. മാത്യു കുഴൽനാടനാണ് ചാടി ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചില്ല എന്ന് വരുത്തിയത്. പിന്നീട് ഒരുപാട് വെള്ളം പെരിയാറിലൂടെ ഒഴുകിപ്പോയത് കെ എസ് അരുൺകുമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകളിലല്ല കൂടുതൽ പ്രോബ് നടന്നിട്ടുള്ളത്, കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടുള്ളത് എക്സാലോജിക് വിഷയത്തിലാണ്. ആ വിഷയം വളരെ സജീവമായി വരികയാണ്. നോക്കൂ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നേർക്കുനേർ വരികയാണ്. മുഖ്യമന്ത്രിയോട് നേരിട്ട് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അവസരം, ആ അവസരം പ്രതിപക്ഷം പൂർണ്ണമായി ഉപയോഗിക്കുമെന്നുള്ള കാര്യം രാഷ്ട്രീയ വിജ്ഞാനമുള്ള അരുൺകുമാറിന് അറിയാമല്ലോ. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും? അല്ല, ഇതിലിപ്പോ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള കരാർ
ആ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോൺ ഡിസ്ക്ലോഷർ ക്ലോസർ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഏജൻസിക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ കമ്പനി നിയമപ്രകാരം കമ്പനി അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 210(3)(c) അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി എന്ത് രേഖ എവിടെ വച്ച് എങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞാലും കാണിക്കാൻ തയ്യാറായിട്ട് കമ്പനികൾ മുന്നോട്ട് വരികയാണ്. കാണിച്ചേ പറ്റൂ. അതനുസരിച്ച് അന്വേഷണവുമായി പൊരുത്തപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് ഘട്ടം വരെ പോകാൻ തയ്യാറാണ് കമ്പനികൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിരോധം ഉയർത്തേണ്ട വിഷയമാണെന്നോ ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷയമായി കാണുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 7 മാസമായി ഒരു അന്വേഷണമില്ല. ശരിക്കും പറഞ്ഞാൽ 12/1/2024 ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നതിന് ശേഷം 7 മാസം തികയുന്ന ദിവസമാണ് ഇവിടെ കമ്പനി കാര്യ വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് 4 മാസം കാലാവധിയും കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നിയമപ്രകാരം നടത്തുന്ന സാധാരണ ഒരു അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏതു തരത്തിലുള്ള അന്വേഷണമാണെങ്കിലും ആ അന്വേഷണത്തോട് സഹകരിച്ച് നേരത്തെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്, ഓറൽ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഒരു തരത്തിലും ഭയപ്പെടുന്ന സാഹചര്യമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തെ മാത്യു കുഴൽനാടന്റെ ഇന്ന് മാസങ്ങളായി അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ടർ എടുത്തിരിക്കുന്ന നടപടിയുമായി താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് രണ്ടും രണ്ടാണ്. ഒരു തരത്തിലും എക്സാലോജിക്കിന്റെ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിലേക്ക് പോയി അവിടെ അളന്നു. വീണ്ടും രണ്ടാമത് വീണ വിജയൻ ROCയുടെ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ട് അളന്നു എന്നുള്ള നിലയിലാണ്. ബാക്ക് ടു ബാക്ക് ആണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇത് ആളുകൾക്ക് മനസ്സിലാവും. ഇല്ലില്ല, ഒരിക്കലുമല്ല. താങ്കൾ അതിന്റെ ഫാക്ട്സ് മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ് അവതരിപ്പിച്ചത്. മൂവാറ്റുപുഴയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ആരംഭിച്ചത് 2022 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നത് 12/6/2023 അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുന്നതിന് 7 മാസം മുമ്പാണ് മാത്യു കുഴൽനാടന്റെ മൂവാറ്റുപുഴ വീടിന്റെ അനധികൃത കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പരാതി അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസമാണ് ശ്രീ അരുൺകുമാർ. അത് 7 മാസം മുമ്പുള്ള പരാതിയാണ്. അതിന്റെ മേളിൽ അനങ്ങാതിരിക്കുക. നിങ്ങൾ ഈ ഡേറ്റ് അല്ല നടപടിയുടെ ഡേറ്റ് അല്ലല്ല, അന്വേഷണം ആരംഭിച്ചിരുന്നു, പരിശോധന ആരംഭിച്ചിരുന്നു. നിങ്ങൾ ഇല്ല അന്വേഷണം നടത്താതെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അന്വേഷണം നടത്തി അതിന്റെ പല ഘട്ടത്തിൽ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണം എല്ലാം കഴിഞ്ഞിട്ടാണ് നടപടിയിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ തന്നെ ഇടുക്കി ജില്ലാ വിജിലൻസ് അന്വേഷണം നടത്തി, ലാൻഡ് റവന്യൂ തഹസിൽദാർ അന്വേഷണം നടത്തി. അതിന്റെ ഭാഗമായി കളക്ടർക്ക് റിപ്പോർട്ട് വരുന്നു. കളക്ടർക്ക് ഏറ്റവും ആദ്യം വേണ്ടത്ര പരിശോധന നടത്താതെ ഒരു ഉത്തരവ് പാസ്സാക്കാൻ കഴിയുമോ? ആ ഉത്തരവിലേക്ക് നയിക്കുന്ന വിവിധ ഘട്ടങ്ങൾ അന്വേഷണ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അതുപോലെ സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യണം, ഡോക്യുമെന്റുകൾ പരിശോധിക്കണം. വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസിലും പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെന്റ് പരിശോധിക്കണം. അങ്ങനെ ഘട്ടം ഘട്ടമായി നടക്കുമ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വിധി വന്നു, ആ വിധിയെ അല്ലെങ്കിൽ ഒരു നടപടിക്രമം വന്നു, അതിനെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധ നടപടി എടുത്തു എന്ന രൂപത്തിൽ ചിത്രീകരിക്കേണ്ട. ഇത് രണ്ടും രണ്ടാണ്. എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ കമ്പനി കാര്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. 4 മാസം സമയമുണ്ട്. ഇവിടെ അതിനെ പ്രതിരോധിക്കാൻ എന്ന രൂപത്തിലല്ല ഇടുക്കിയിലെയും ചിന്നക്കനാലിലെയും മൂവാറ്റുപുഴയിലെയും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത് എന്ന രൂപത്തിൽ കോൺഗ്രസും ബഹുമാനപ്പെട്ട MLAയും പ്രതിരോധം സൃഷ്ടിച്ചാലും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു വലിയ ആദർശ രാഷ്ട്രീയം ചെറുപ്പക്കാരൻ MLA ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ഭൂമി വാങ്ങിച്ചപ്പോൾ ഡോക്യുമെന്റ് പരിശോധിച്ചില്ല എന്നും അളന്നില്ല എന്നും അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസിന് വേണ്ടിയിട്ടാണ് ലൈസൻസ് എടുത്തതെന്നും എല്ലാം നമ്മുടെ മുന്നിൽ പറഞ്ഞു. എന്നാൽ അത് ഗസ്റ്റ് ഹൗസ് അല്ലെന്നും ശരിക്കും പറഞ്ഞാൽ അത് റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് കിട്ടിയതെന്നും 1 വർഷം മുമ്പ് തന്നെ റിസോർട്ട് ലൈസൻസ് കിട്ടിയിരുന്നുവെന്നും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ടാണെന്നും ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങൾ അത് ഗൗരവത്തോടെ വാർത്തയാക്കിയില്ല. അതുപോലെ തന്നെ വേണ്ടത്ര പ്രാധാന്യം അതിന് കൊടുത്തില്ല. ഇത് കൃത്യമായി ജനങ്ങൾ ഓരോന്നായി മനസ്സിലാക്കി വരുന്ന ബോധ്യപ്പെട്ടു വരുന്ന സാഹചര്യമാണ്. ഒരിക്കലും എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ അന്വേഷണം നടക്കുന്നതും കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ആകെയുള്ള ഭൂമിയുടെ 1/3 ഗവൺമെന്റ് ഭൂമിയാണെന്നും അത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണെന്നും ബോധ്യപ്പെടുകയാണ്. ഹൈക്കോടതിയിൽ തന്നെ പ്രധാനപ്പെട്ട 2 കേസുകൾ ഹരിദാസ് വേഴ്സസ് ഒറ്റക്കാരിയോടെ ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സാലി ജോളി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഈ 2 കേസിലും ശ്രീ മാത്യു കുഴൽനാടൻ ഹാജരായത്
മാത്യു കുഴൽനാടൻ ഹാജരായത് 1964 ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. അത്തരം കേസുകളിൽ ഹാജരായ അഭിഭാഷകൻ തന്നെ ഇവിടെ ഭൂമാഫിയുടെ ഭാഗമായി റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുന്നത് നാം കാണുകയാണ്. അപ്പോൾ ഒരു ആദർശം കോടതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക, ഒരു അഭിഭാഷക വൃത്തിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒരു കേസിൽ ഇടപെടുക, നേതൃത്വം കൊടുക്കുക, എന്നിട്ട് അതിന് ഘടകവിരുദ്ധമായി തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇടുക്കിയിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിലും അതിനെതിരെ പത്രസമ്മേളനം വിളിച്ചും അതിനെതിരെ പ്രത്യക്ഷമായി സമരരംഗത്തിറങ്ങിയ ആള് തന്നെ അരുൺകുമാർ, ശ്രീ സജി മഞ്ഞക്കടമ്പനിലേക്ക് കൂടി ഇതിനുള്ള ഒരു മറുപടിയിലേക്ക് പോകണമല്ലോ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നുണ്ട് എന്നാണ് CPIM-ന്റെ പ്രതിനിധി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ കയ്യേറ്റമുണ്ട് എന്ന കണ്ടെത്തൽ അവിടെ നിൽക്കുമ്പോഴാണ് താങ്കൾ നേരത്തെ പറഞ്ഞ വാദങ്ങൾ റദ്ദായി പോകുന്നത്. അങ്ങനെ കയ്യേറ്റമുണ്ടെങ്കിൽ ആ കയ്യേറ്റമുള്ള ഭൂമിയാണെന്ന് അറിയാതെയാണോ വാങ്ങിയത്, അളക്കാതെയാണോ വാങ്ങിയത് എന്ന ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ പ്രതിരോധിക്കാൻ പ്രതിപക്ഷവും പാടുപെടേണ്ടി വരുമല്ലോ മാത്യു കുഴൽനാടന്റെ വിഷയത്തിൽ. സുജയ, നമ്മൾ നോക്കൂ, നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് നവകേരള സദസ്സ്, സജി മഞ്ഞക്കടമ്പൻ ഇതുകൂടി ഒന്ന് കൂട്ടിച്ചേർത്തോളൂ. സുജയ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിനോടൊപ്പം എൻ്റെ ഒരു അഡീഷൻ കൂടി, അതായത് നവകേരള സദസ്സിന് ശേഷം കുറച്ചുകൂടി പ്രതിപക്ഷം ഊർജം സംഭരിച്ച ഘട്ടമാണ് അല്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ അടിയും ബഹളവും ഒക്കെ ആയിട്ട്. അത് നിയമസഭയിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ അതിലേക്ക് തന്നെ ആദ്യം പോകാമെന്ന് തോന്നുന്നു, ഇപ്പോൾ നികേഷ് സാർ സൂചിപ്പിച്ച വിഷയത്തിലേക്ക്. അല്ല, ഞാൻ പറയാം. നമുക്കറിയാം, ഇവിടെ പ്രിയപ്പെട്ട അരുൺകുമാർ CPM-ന്റെ DYFI-യുടെ ആദർശവാനായ നേതാവാണ്. അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാൻ എളിയ ചോദ്യം, ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ പുറമ്പോക്ക് ഭൂമി ഉണ്ടെങ്കിൽ സർക്കാർ ഏറ്റെടുത്തോട്ടെ, പിണറായി വിജയൻ ഏറ്റെടുത്തോ, എനിക്ക് തർക്കമില്ല, അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ വന്നിട്ടില്ല, അദ്ദേഹം കയ്യേറിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ പാർട്ടിയുടെ MLA നിലമ്പൂർ MLA PV അൻവർ അദ്ദേഹത്തിന്റെ കയ്യിൽ മിച്ചഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് നടപടിയെടുക്കുന്നില്ല? വിജിലൻസിന്റെ വല്ല കേസ് ഉണ്ടായിട്ടുണ്ടോ? കേസ് എനിക്കറിയില്ല, ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, M.M. മണിയുടെ സഹോദരനും അദ്ദേഹത്തിന്റെ മകനും കൂടി കൈയേറിയ ഏക്കർ കണക്കിന് ഭൂമി, അതിനെ സംബന്ധിച്ച് വ്യക്തമായ പരാതി ഉണ്ടായിട്ട് നിങ്ങളുടെ ഗവൺമെന്റ് ഒരു നടപടി എടുക്കാൻ പറ്റിയിട്ടില്ല, ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇത് ജനങ്ങളെല്ലാം അരുൺകുമാർ പറഞ്ഞിരിക്കുന്ന പോലെ ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയമായി CPM-നെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ പിടിച്ച് ജയിലിടുക. നമ്മൾ കണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ, അദ്ദേഹത്തെ വീട് വളഞ്ഞ് വലിയ കൊടും ക്രിമിനലിനെ പോലെ പിടിച്ച് അദ്ദേഹത്തെ ജയിലിലിട്ടില്ലേ? എന്നാൽ അതേപോലെ തന്നെ SFI-യുടെ നേതാവായിരിക്കുന്ന PM മാർഷോയ്ക്കെതിരെ എത്രയോ വലിയ കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തിയെ അല്ലെങ്കിൽ പട്ടികജാതിക്കാരിയെ സഹപ്രവർത്തിയെ പോലും അപമാനിച്ച് എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരപടി എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടും അതിന് പോലും ഒരു കേസെടുക്കാതെ, ആ സ്ത്രീക്ക് പരാതിക്ക് ഉണ്ടായിട്ടും കേസെടുക്കാതെ ആ ക്രിമിനലിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പോലീസും ഗവൺമെന്റും ഇപ്പൊ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA ഈ ഒരു അല്ലെങ്കിൽ കയ്യേറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിഷ്പ്രഭമാക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ്. മാത്യു കുഴൽനാടന്റെ വിഷയം വിടൂ. എന്നിട്ട് നികേഷ് സാർ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഭയിൽ സർക്കാരിനെതിരായ കുറ്റപത്രം കൊണ്ടുവരുമെന്നാണല്ലോ കുറ്റപത്രത്തിൽ എന്തൊക്കെ ഉണ്ടാകും? തീർച്ചയായിട്ടും പറയാം. നമുക്കറിയാം, നവകേരള സദസ്സ് നടന്നു. ദിവസങ്ങൾ എത്രയായി? ഇന്ന് നമ്മൾ കണ്ടു പേരാമ്പ്രയിൽ ഒരു ജോസഫ് ചേട്ടൻ ഇന്ന് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പഞ്ചായത്ത് അധികൃതർക്ക് മുമ്പിൽ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, നിങ്ങൾ എനിക്ക് പെൻഷൻ തരണം, നിങ്ങൾ പെൻഷൻ തന്നില്ലെങ്കിൽ ഞാൻ പഞ്ചായത്തിന് മുമ്പിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ പോലും ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. ഇവരുടെ നവകേരള സദസ് കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായിരിക്കുന്നത്? കിട്ടിയ അപേക്ഷ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് അപേക്ഷ കോട്ടയം ജില്ലയിൽ നിന്ന് ലഭിച്ചു. ആ അപേക്ഷകൾക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ധൂർത്ത് നടത്തിക്കൊണ്ട് ഇവർ ഇന്ന് മുന്നോട്ട് പോയി. ഇന്ന് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് മുമ്പിൽ ഞങ്ങൾ സമരം കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്താ അവിടെ വിഷയം? അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിക്ക് ചെന്നാലും രോഗിക്ക് അവിടെ യാതൊരു മരുന്നുമില്ല. അവിടെ മുറിവുമായിട്ടൊരു രോഗി ചെന്നാൽ അവൻ പഞ്ഞിയും കൊണ്ട് വന്നില്ലെങ്കിൽ അവന്റെ മുറിവ് കെട്ടാൻ മാർഗമില്ലാത്ത അവസ്ഥ. അവിടെ നമ്മുടെ ഒരു പാർട്ടി നേതാവ് പ്രസംഗിച്ച പോലെ ഒരു രോഗി മരിച്ചാൽ അവന്റെ മൂക്കി വെക്കാൻ പോലും പഞ്ഞിയില്ലാത്ത അവസ്ഥയായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഞാൻ പറഞ്ഞു, അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം ചെയ്തപ്പോ അവിടെ ഒരു പാവപ്പെട്ട രോഗി അദ്ദേഹം ഓടി വന്ന് നിയമസഭയിലെ ഈ പ്രതിഷേധം റിഫ്ലക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള 2.5 വർഷക്കാലം അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള തോന്നൽ UDF ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഗവൺമെന്റിനെതിരെ കുറ്റപത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായി ഇപ്പോൾ ഈ നവകേരള യാത്രയുടെ പൊള്ളത്തരം കൂടി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഈ നവകേരള യാത്രയുടെ പേരിൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ അക്രമം
അല്ലെങ്കിൽ ഗുണ്ടായുസം ഇതൊക്കെ തുറന്നു കാട്ടുവാൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നാളെ നിയമസഭയിൽ UDF ശക്തമായ നിലപാടുകൾ എടുക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ നവകേരള സദസ്സ് നടത്തി ദൂർത്തടിച്ച ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഈ കോടികൾ ആ പാവപ്പെട്ട ജോസഫ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ഇവിടെ പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് കുറച്ചെങ്കിലും പണം കൊടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വികലാംഗരായിരിക്കുന്ന ആളുകൾ അവർക്ക് കുറച്ചെങ്കിലും പണം കൊടുത്തായിരുന്നെങ്കിൽ അവരൊന്നും ആത്മഹത്യയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ നിയമസഭയിൽ ഇത് ഞങ്ങൾ ഈ പറഞ്ഞ വിഷയത ഇപ്പൊ സ്കൂളിൽ നമ്മൾ കണ്ടോ, ചരിത്രത്തില് ആദ്യമായി ഇനി പരീക്ഷ എഴുതണമെങ്കിൽ പിള്ളേരെ 10 രൂപ വെച്ച് ചോദ്യപേപ്പർ അടിക്കാൻ 10 രൂപ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഉച്ചക്കഞ്ഞി കൊടുക്കാത്ത ഒരു ഗവൺമെന്റ്. അങ്ങനെ ഏത് നില പരിശോധിച്ചാലും ഗവൺമെന്റ് നാളെ നിയമസഭയിൽ ശക്തമായി നിയമസഭയില് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യം പ്രതികൂട്ടിലായിരിക്കും. ഇടതുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടട്ടെ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അങ്ങയോടൊരു ചോദ്യം. ഇപ്പൊ നോക്കൂ, രണ്ടുപേരും വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ നിയമസഭാ സമ്മേളനം പോകാൻ പോകുന്നത് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രമായി നിയമസഭ മാറുമ്പോൾ അവിടെ ഇല്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവർ കളം കൈയടക്കാൻ പോവാണ്. LDFും UDFും ഒക്കെ വാർത്തകളിൽ ഇടം നേടി കളം കൈയടക്കുമ്പോൾ എന്താണ് BJPയുടെ ഒരു പരിപാടി? ഈ മുമ്പ് എന്താ പ്രതിഷേധമൊന്നുമില്ലേ BJPക്ക് എന്ന് ചോദിച്ചപ്പോൾ മഴയൊക്കെ കഴിയട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഈ മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു പരിപാടി? ശ്രീ ഉണ്ണി, ഈ നിയമസഭയ്ക്കകത്ത് പരസ്പരം പോരടിച്ചാലും അവർ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കിയാലും എത്രയേറെ വീറോട് കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കിയാലും ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിയാലും 2024 തെരഞ്ഞെടുപ്പിൽ ആരുമായിട്ടാണ് മത്സരം? ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും തമ്മിലല്ലേ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായിട്ട് ഒരുമിച്ച് നിന്നല്ലാതെ ഇവർക്ക് എങ്ങനെ മത്സരിക്കാൻ വേണ്ടി കഴിയും? ഇനി കേരളം അടക്കമുള്ള സംസ്ഥാനത്ത് ഞങ്ങൾ രണ്ടായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞാലും ഡൽഹിയിലെത്തുമ്പോൾ ഇവർ ആരെയാണ് പിന്തുണക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ രാഷ്ട്രീയപരമായി നിയമസഭയ്ക്കകത്ത് എത്ര തർക്കങ്ങൾ ഉണ്ടാക്കിയാലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ പോലും, അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നോക്കിയാൽ പോലും BJPക്കെതിരായി ഒറ്റ മുന്നണിയായി നിന്നുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു കോപ്പുകൂട്ടലല്ലേ കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിയമസഭയ്ക്കകത്ത് പരസ്പരം പോരടിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. രാഹുൽ ഗാന്ധിക്കെതിരായി എങ്ങനെ ഇടതുപക്ഷത്തിന് മത്സരിക്കാൻ വേണ്ടി കഴിയും? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി കഴിയും? നാളെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടവരാണ്, നാളെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി പിന്തുണയ്ക്കേണ്ടവരാണ് LDFകാർ. അപ്പോൾ സ്വാഭാവികമായും നിയമസഭയ്ക്ക് പുറത്ത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ല എന്നവർ പറഞ്ഞാൽ അത് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നോക്കാം എന്നുള്ളതല്ലാതെ ദേശീയ തെരഞ്ഞെടുപ്പിൽ അതിലൊരു വ്യത്യാസവും വേണ്ടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പങ്കെടുത്ത അതിഥികൾ മൂവർക്കും നന്ദി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സജി മഞ്ഞക്കടമ്പൻ, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് ഈവനിംഗ് ഷോയിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് രണ്ട് വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തു പോയി. അതെ, ഏതായാലും നാളെ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് നാളെ മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം അങ്ങേറ്റം കലുഷിതമാകുന്ന കാര്യത്തിൽ നിയമസഭാ സമ്മേളനം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ യാത്ര തുടങ്ങുന്നു എന്നുള്ളതുണ്ട്. BJPയുടെ യാത്ര തുടങ്ങുന്നു. BJPയുടെ പദയാത്ര 27-ാം തീയതി തുടങ്ങാൻ പോകുന്നു. അങ്ങനെ അതിനിടയിൽ ഈ സഭാ സമ്മേളനം ഉണ്ടല്ലോ സാർ, ഇനിയുള്ള 2 മാസം അതിനിടയിൽ ഇലക്ഷനും അനൗൺസ് ആവും. അതെ, ഇനിയുള്ള 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 2 മാസത്തിനുള്ളിൽ ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും മുകളിലേക്ക് വിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആംസും അമ്യൂണിഷൻസും ഒക്കെ റെഡിയാണ്. അതൊക്കെ വാർത്തകളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. You are watching Reporter Evening Show.